സാറ് കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഇപ്പോൾ ബീഹാറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷെ കേരളത്തിന്റെ നമ്മുടെ ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഒരു പോര് ഈ തെരുവിലേക്ക് ഇറങ്ങുന്നതെന്ന് നാം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കരുത്തനായ ഗവർണർ പോവുകയാണ്, ജനകീയനായ ഒരു ഗവർണർ പോവുകയാണ്. പിന്നെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് നയപ്രഖ്യാപന പ്രസംഗം നടത്തുക, സർക്കാരിൻ്റെ നയങ്ങളൊക്കെ നടപ്പിലാക്കുക, ഇങ്ങനെയൊക്കെയാണ് മുൻകാലങ്ങളിൽ കണ്ടിരുന്നത്. അതിന് മാറ്റം വരുത്തി. കേരളത്തിലൊരു ഗവർണറുണ്ട്. ഗവർണറുടെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്തു. പണ്ട് നമുക്കൊരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷൻ, ശ്രീ തികേടനുണ്ടാവും അല്ലേ? ആ മനുഷ്യൻ കാരണമാണ് നമ്മുടെയിലൊക്കെ ഇപ്പോൾ ഇലക്ഷൻ ID കാർഡ് ഇരിക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പിനകത്ത് എന്തെല്ലാം പരിഷ്കാരങ്ങൾ ഇദ്ദേഹം വരുത്തിയെന്നറിയാം, ഗംഭീരമായിട്ട്. ആ മാറ്റം ഉൾക്കൊള്ളാനൊക്കെ ആദ്യം പലർക്കും പ്രയാസമായി. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് എന്ന് അറിയുന്നത് തന്നെ. അപ്പോൾ അതുപോലെ ഈ ഗവർണറുടെ പദവിയും ഒക്കെ തന്നെ. പണ്ട് തിരുവനന്തപുരത്ത് ഈ രാജ്ഭവൻ എവിടാന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. മുഖ്യമന്ത്രിയുടെ വസതി അറിയായിരുന്നു, രാജ്ഭവൻ എവിടാന്ന് അറിയത്തില്ല. വെള്ളയമ്പലത്താണ്. വെള്ളയമ്പലത്ത് നിന്ന് കവടിയാറിലേക്ക് പോകുന്ന രാജപാതയിൽ വലതുവശത്തായിട്ടാണ്. ഇപ്പൊ എന്താ, ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് നടക്കുന്ന സമരങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ അലങ്കോലപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്ന്. എന്തിനും ഏതിനും കേന്ദ്രത്തിനെതിരെ സമരം, ഗവർണറെ വഴി നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. പണ്ട് അവിടെ ബാരിക്കേഡ് എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. ഇപ്പൊ അവിടെ രാജ്ഭവന്റെ അതുവഴി രാവിലെയൊക്കെ ബ്ലോക്കാണ്. എല്ലാവരും വ്യാപാരി വ്യവസായി എല്ലാ വ്യവസായികളും അവിടോട്ടാണ് വന്ന് തമ്പടിച്ച് അവിടാണ് പ്രതിഷേധം മുഴുവൻ അറിയിക്കുന്നത്. എന്നുവെച്ചാൽ ഇവർക്കെല്ലാം കേന്ദ്രത്തിന്റെ നെഞ്ചത്തേക്ക് കയറാനുള്ള ഒരു വ്യഗ്രതയാണ്. അപ്പൊ രാജ്ഭവനിലേക്ക് അങ്ങ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗവർണർ പല കാര്യത്തിലും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. നമുക്കറിയാം, SFI തെമ്മാടികളെ ഒക്കെ വഴിയരിയിൽ നിർത്തിയില്ലേ ഇദ്ദേഹം. SFI-കാരന്മാരോട് ഇത്രയും തരം താണ വെറും ഗുണ്ടായിസം മാത്രം കൊണ്ട് നടക്കുന്ന SFI-കാരെ നിലയ്ക്ക് നിർത്താനായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു വളരെ ജനകീയനായിരുന്നു. ആ ജനകീയത കൊണ്ട് തന്നെയാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എല്ലാവരെയും ഇപ്പം കേരളത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരാളെ അഭിനന്ദിക്കേണ്ട കാര്യമാണെങ്കിൽ അവിടെ എത്തുക, വീട്ടിലെത്തുക. ഒരു ദുഃഖകരമായിട്ടുള്ളതാണ് സംഭവമാണെങ്കിൽ അവിടെ എത്തുക. മുൻകാലങ്ങളിലൊന്നും ഗവർണർമാരൊന്നും അങ്ങനെ പോകാറില്ല. ഒരു അനശോചന സന്ദേശം മാത്രം അങ്ങ് പുറപ്പെടുവിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഗവർണറല്ല എല്ലായിടങ്ങളിലേക്ക് ഓടിയെത്തും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഗവർണർ ഇന്നടത്ത് പോകാവൂ ഇന്നടത്ത് പോകരുത് എന്നൊന്നും പറഞ്ഞ് പ്രോട്ടോകോളൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ആ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, ജനങ്ങളുമായിട്ട് അടുത്തിടപഴകി. ഇപ്പൊ ചിലര് വിചാരിക്കും, ഗവർണറെ അങ്ങ് തിരിച്ചു വിളിപ്പിച്ചതാണ്, ഇവിടെ കിടന്ന് ഈ പിണറായി വിജയനുമായിട്ട് കിടന്ന് ശണ്ട ഓടുന്നത് കൊണ്ട് തിരിച്ചു വിളി. അതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ കാലാവധി കഴിഞ്ഞു, സെപ്റ്റംബറിൽ കഴിഞ്ഞതാണ്. കേരളത്തെക്കാൾ വലിയൊരു സംസ്ഥാനം ബീഹാറിലേക്കാണ് പോകുന്നത്. വരുന്നതോ രാജേന്ദ്ര ആർലെക്കർ. അതെ, ഇദ്ദേഹം നല്ല RSS പാരമ്പര്യമുള്ള ആളാണ്. ഒരു ഗോവൻ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അതിൽ നിന്ന് ആ ഗോവയിലെ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ BJP-യുടെ ഒരു പുതിയ നീക്കം എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിച്ച് നിർത്തുകയാണ്. അപ്പോൾ ഗോവയിലെ ഒരു ക്രൈസ്തവ പശ്ചാത്തലമാണുള്ളത്. ആ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളിന് ഇവിടെ ക്രൈസ്തവരെ കൂടുതലായിട്ട് ചേർത്ത് നിർത്താൻ കഴിയും. ഇതിപ്പോ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് CPM-കാർക്ക് ഹാലിളവുകയാണ്. പിന്നെ ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങ് പോയി രാജേന്ദ്ര ആർലേക്കർ വരുന്നത് കൊണ്ട് ഇവിടെ എന്തും ആകാം എന്നൊന്നും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണം വിചാരിക്കണ്ട. രാജേന്ദ്ര കടിഞ്ഞാണിടും, ആരിഫ് മുഹമ്മദിനേക്കാൾ പുലിയായിട്ടിറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അദ്ദേഹം അവിടെ ഗോവയില് പിന്നെ വരുത്തിയുള്ളതെന്ന് പറയുന്നത് പിന്നെ കടലാസ് രഹിത ഒരു നിയമസഭ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. പിന്നെ ഹിമാചലിലെ ഗവർണറായിരുന്നു. നരേന്ദ്രമോദിയുമായിട്ട് അടുത്ത ആളാണ്. RSSലൂടെ പരിചയിച്ചു വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടതില് BJP കേന്ദ്ര നേതൃത്വം ഒന്നും കാണാതൊന്നുമല്ല, ഇവിടെ ഇളക്കി മറിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എവരി ഇങ്ങോട്ട് വന്നിട്ട് കേരളത്തിലെ BJPയുടേതായ ഒരു സ്ഥാനം തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതും ഉറപ്പാണ്. ഈ ക്രൈസ്തവരെ കൂടുതലായിട്ട് അടുപ്പിച്ച് നിർത്തുകയും ചെയ്യും. പിന്നെ ഇത്രയധികം പരിചയസമ്പന്നത ഈ രാജേന്ദ്ര ആർലേക്കർക്ക് ഉള്ളതും ഒരു വലിയ നേട്ടമാണ്. ബീഹാറിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത്, കേരളത്തിലേക്ക് വരുന്നത്. ഹിമാചലിലായിരുന്നിട്ടുണ്ട്. പിന്നെ ഗോവയിലെ ആ ക്രൈസ്തവരുടെ ഇടയിൽ കഴിഞ്ഞിരുന്ന ആളാണ്. എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന കാലമാണ്. 25-ൽ തദ്ദേശ, 26-ൽ നിയമസഭ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ പിണറായി വിജയനോ ഒക്കെ ഇനിയും എന്തും സർവകലാശാലയിലും ഒക്കെ എന്ത് വഴിവിട്ട നിയമനവും VC നിയമനവും ഒക്കെ എന്തുവാകാമെന്നും വിചാരിക്കേണ്ട. ഇദ്ദേഹം പുതിയ ഗവർണറും അതിനെ ക്ലിപ്പിടുമെന്നുള്ളത് ഉറപ്പാണ്. പഴയ ആരിഫ് മുഹമ്മദ് ഖാൻ എത്ര വിഷയങ്ങളിലാണ് ഇടപെട്ടിട്ടുള്ളത്. ആ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടത് കൊണ്ട് ഈ സർക്കാരിനെ മുൾമുനയിൽ നിർത്താനായിട്ട് സാധിച്ചില്ല. കാരണം പലതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അഴിമതിയിലേക്ക് പോയതാണ്, അതിനെ തടയിടണം എന്ന് ഗവർണർക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ SFI നേതാക്കൾ പറഞ്ഞൂടെ, തെരുവിലിറങ്ങി നടക്കൂലെന്ന് പറയുമ്പോൾ അദ്ദേഹം കോഴിക്കോട് അതെ നഗരഹൃദയത്തിലൂടെ ഇവിടെ ഒരിക്കൽ നിലമേലിറങ്ങി അവിടെ ചെന്ന് കടയിലൊക്കെ ഇരിക്കുകയും ഒക്കെ ചെയ്തതല്ലേ. വാഹനം തടയാനായിട്ട് വന്നവരുടെ നേരെ അദ്ദേഹം ഇറങ്ങിച്ചെന്നു അല്ലേ. SFIക്കാരെ അന്തം വിട്ടുപോയില്ലേ. SFIക്കാരെന്ന് പറഞ്ഞാൽ ഈ കണ്ണുമൂക്കമുള്ളവരൊന്നും അല്ല, തന്തയും തള്ളയും പോലും തിരിച്ചറിയാൻ വയ്യാത്തവന്മാരാണ് SFIക്കാരെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ, പഴയതല്ല കേട്ടോ. പഴയ കാലത്തെ SFI എന്ന് പറഞ്ഞാൽ അത് വേറെ, അതിനൊരു പാരമ്പര്യവും സംസ്കാരവും ഉണ്ട്. ഇത് മറ്റേ A റഹീമിന്റെ ഗണത്തിൽപ്പെട്ടവരെ, ആർഷോ പിന്നെ അത്തരത്തിലുള്ളവരെയാണ്. ഈ ആർഷെ പോലുള്ളവരൊക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ നേരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇനി അവർ വിചാരിക്കും, രാജേന്ദ്ര വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുവാകാം. രാജേന്ദ്ര ഇതിനേക്കാളും ജഗജില്ലിയാണ്. രാജേന്ദ്ര പിണറായിയെ പൂട്ടിടുകയും ചെയ്യും, ഉറപ്പാണ്. കേന്ദ്രം ഇങ്ങോട്ടേക്ക് ഇറക്കിയതിന്റെ പിന്നിൽ വലിയ കരുനീക്കങ്ങൾ തന്നെ ഉണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ അങ്ങ് അഴിച്ചുവിട്ടൊന്നുമല്ല. ആരിഫ് മുഹമ്മദ് ഖാനെ പ്രത്യേക രീതിയിൽ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വിട്ടതും. അത് അദ്ദേഹം ആ ദൗത്യം പൂർത്തിയാക്കി പോകുന്നു. അത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് പുതിയ ഗവർണറെയും വിടുന്നതെന്നുള്ളതാണ്. ഇനി ഇവിടെ പലതരത്തിലുള്ള കൊള്ളരുതായ്മകളിലേക്കും പോകും. കാരണം കാലാവധി തീരുമ്പോൾ കൊള്ളരുതായ്മ കൂടും. പല നിയമനവും വഴിവിട്ട് നടക്കും, സ്ഥിരപ്പെടുത്തുന്നതിലേക്ക് പോകും. അവിടെയൊക്കെ ഗവർണർ പിടികൂടും. ഈ സർവകലാശാലയിലും സർവകലാശാലകളെ മുഴുവനാണ് ഈ SFIയുടെയും CPMന്റെയും കൂത്തരങ്ങായി മാറിയിട്ടുള്ളത്. അത് മുഴുവന് തടയിടാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. കാരണം അത് നല്ല ഒരു RSS പാരമ്പര്യത്തിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. അതിന്റെ കാര്യങ്ങൾ ഏതു തരത്തിൽ ചിട്ടയോടുകൂടി കൊണ്ടുപോകണം എന്നും കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് ഇത് CPMനും ഈ ഭരണത്തിനും ഉണ്ടാകുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പോയി എന്ന് പറഞ്ഞ് ആശ്വസിക്കേണ്ട. അതിനപ്പുറമുള്ള നിയന്ത്രണങ്ങളിലേക്കായിരിക്കും പുതിയ ഗവർണർ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അത് ഇവർ കാത്തിരുന്നു കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ.